എല്ലാവർക്കും ചൈനീസ് വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തൈപ്പൂയാണ്. തൈപ്പൂയ ദിവസം ഞാൻ എങ്ങനെയാണ് വീട്ടിൽ തൈപ്പൂയ ദിവസം പൂജ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഞാൻ തൈപ്പൂയ വ്രതം അങ്ങനെ ഒരുപാട് കഠിന വ്രതമൊന്നും എടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ തന്നെയാണ് ഞാൻ വ്രതം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. ശേഷം പൂജാമുറി നമ്മൾ എവിടെയാണോ വിളക്ക് വെക്കുന്ന അവിടെ നന്നായിട്ട് വൃത്തിയാക്കി പൂജയിൽ നമ്മൾ പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോട്ടോസൊക്കെ എന്തൊക്കെ ഫോട്ടോസ് നമ്മൾ പൂജാമുറിയിൽ കാണുമല്ലോ അതൊക്കെ നന്നായിട്ട് തുടയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ ഞാൻ പച്ചക്കർപ്പൂരവും പനിനീരും ചേർത്ത വെള്ളത്തിലാണ് ഞാൻ എപ്പോഴും ഫോട്ടോസൊക്കെ തുടയ്ക്കുന്നത്. അത് പച്ചക്കർപ്പൂരത്തിന് അത്രത്തോളം വിശേഷ ഗുണങ്ങളും ഉണ്ട്. നല്ലൊരു സുഗന്ധമാണ് കേട്ടോ. നമ്മൾ പൂജാ റൂമും എപ്പോഴും നല്ല സുഗന്ധം ആയി തന്നെ ഇരിക്കണം കേട്ടോ. തൈമാസത്തിലെ പൗർണമി നാളിലെ പൂരം നാളിലാണ് ഈ തൈപ്പൂയമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് അത്രത്തോളം മുരുകസ്വാമിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കും ഒരു വ്രതമൊക്കെ എടുക്കാമെന്ന് പറയില്ലേ. അപ്പോൾ അതേപോലൊരു ദിവസമാണ് ഇത്. ചിലർ 21 ദിവസം എടുക്കും, ചിലർ 41 ദിവസം എടുക്കും, അല്ലെങ്കിൽ 6 ദിവസം എടുക്കുന്നവരുണ്ട്. ഞാൻ 6 ദിവസത്തെ വ്രതമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരുപാട് കഠിന വ്രതമൊന്നുമല്ല. ഞാൻ നോർമൽ നോൺ വെജ് ഒന്നും കഴിക്കാത്ത രീതിയിലാണ് വ്രതം എടുത്തത്. ഇത് മുരുകൻ സ്വാമിക്ക് ശൂരപത്മാസുരനും സിംഹമുഖനെയും താരകാസുരനെയും വധിക്കാനായിട്ട് അമ്മയിൽ നിന്ന് ജ്ഞാനവുമായ വേല് ലഭിച്ച ഒരു ദിവസം കൂടിയാണ് ഈ തൈപ്പൂയമായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഈ ദിവസം കാവടി എടുക്കുന്നതൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ പൂജാമുറിയെല്ലാം ഫോട്ടോസൊക്കെ നന്നായിട്ട് തുടച്ചു. പൊട്ടും ചന്ദനവും കുങ്കുമവും വെച്ച് ഫോട്ടോസിനൊക്കെ പൊട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ഏത് വിളക്കാണ് വീട്ടിൽ തെളിയിക്കുന്നത്, ഞാൻ നോർമലി എന്നും വെക്കുന്ന വിളക്ക് തന്നെയാണ് തെളിയിക്കുന്നത്. ലക്ഷ്മി വിളക്കാണ് ഞാൻ എന്നും വിളക്ക് വയ്ക്കുന്നത്. ആ വിളക്കിൽ തന്നെ ഒരുക്കി പൊട്ട് വെച്ചു. പൂവൊക്കെ ഇവിടെയൊക്കെ പൂവൊക്കെ കിട്ടാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ എനിക്കത് കിട്ടി. ഈ ഫോട്ടോയും എനിക്ക് ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ ദിവസത്തിന് മുമ്പേ തന്നെ എനിക്ക് ഈ ഒരു മുരുകസ്വാമിയുടെ ഫോട്ടോ കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഷഡ്കോണ ദീപമാണ് ഞാൻ തൈപ്പൂയ ദിവസങ്ങളിൽ കൊളുത്തുന്നത്. അല്ലെങ്കിൽ ഷഷ്ടി ദിവസങ്ങളിൽ വെറ്റില ദീപവും കൊളുത്താറുണ്ട്. അപ്പോൾ വെറ്റില ദീപം കൊളുത്തുന്നവർക്ക് കൊളുത്താം, അല്ലെങ്കിൽ ഇതേപോലെ ഷഡ്കോണ ദീപമാണ് ഞാൻ ഈ തൈപ്പൂയ ദിവസങ്ങളിൽ മാത്രമാണ് ഷഡ്കോണ ദീപം കൊളുത്തുന്നത്. അത് വളരെ വിശേഷപ്പെട്ടതാണ്. അതെങ്ങനെ ഒരുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അരിപ്പൊടിയില്ലേ, കോലപ്പൊടി ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് മാറ്റി വയ്ക്കുക. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതേപോലെ ഒരു വളരെ ലൂസാക്കണ്ട, ഒരു കുറച്ച് നമുക്ക് ഈ കോലം വരയ്ക്കാൻ രീതിയിൽ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ അതേപോലെ കലക്കി ഇതേപോലെ ത്രികോണം പോലെ 2 ത്രികോണം വരയ്ക്കാം. ഇതിൽ അത് 6 കോണ് കാണുമല്ലോ. അപ്പോൾ 6 കോണിലും ശ ര ബ ന ഭ വ എന്ന് എഴുതുക കേട്ടോ. നടുക്ക് ഓം എന്നും എഴുതുക കേട്ടോ. ഇതേപോലെ ശരവണ ഭവ എന്നെഴുതി നടുക്ക് ഓം ഒന്നും കൂടെ എഴുതുക. ശേഷം ഈ 6 എഡ്ജിലാണ് നമ്മൾ ഓരോരോ ദീപം തെളിയിക്കുന്നത്. സാധാരണ ചിരാതുണ്ടല്ലോ, ആ ചിരാതിൽ എണ്ണ ഒഴിച്ചാണ് കത്തിച്ച് വെക്കുന്നത്. പിന്നെ ഈ ദിവസം ഞാൻ പ്രസാദം വയ്ക്കും. ഇന്ന് ഞാൻ ഉണ്ണിയപ്പവും പഞ്ചാമൃതമാണ് ഇതിൽ നേദിക്കുന്നത്. പഞ്ചാമൃതം ഞാൻ ഇതേപോലെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തത്. ചെറിയ കുഞ്ഞു കുഞ്ഞ് മുറിച്ചതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഒരിക്കൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നമ്മൾ നോൺ വെജ് ഒന്നും വെക്കുന്ന പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അതിലേക്ക് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ തേനും
നമുക്ക് നമ്മൾ ഒരു മധുരത്തിനനുസരിച്ചുള്ള ഒരുപാട് മധുരം, നമുക്കിത് പ്രസാദം കഴിക്കണമല്ലോ. അപ്പോൾ വേസ്റ്റ് ഒക്കെ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് മധുരം ചേർത്താൽ ചിലർ കഴിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരമൊക്കെ അനുസരിച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ തേനും ഈന്തപ്പഴവും നെയ്യും കൂടെ ചേർത്ത് ഇത്രയും സാധനങ്ങളാണ് പഞ്ചാമൃതത്തിന് വേണ്ടത്. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ഏറ്റവും ഭഗവാൻ ഏറ്റവും ഇഷ്ടം പഞ്ചാമൃതമാണല്ലോ. പളനിയില് പഞ്ചാമൃതമൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ രണ്ടും ഉണ്ണിയപ്പവും പഞ്ചാമൃതമാണ് ഞാൻ നേദിക്കുന്നത്. കൂടാതെ ഫ്രൂട്ട്സും വയ്ക്കും. എല്ലാം ഒറ്റ സംഖ്യയിൽ വേണം. എന്ത് എടുക്കുന്നതാണെങ്കിലും ഇപ്പൊ ചിലര് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് ഇത് ചെയ്യാറുണ്ട്. അതില് അവര് എന്താ പറയാ, തൈര് സാദം ഉണ്ടാക്കും. തൈര് സാദം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും. അത് ഓരോരുത്തരുടെ രീതിയിൽ അവരവരുടെ രീതിയിലൊക്കെയാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഉണ്ണിയപ്പവും പഞ്ചാമൃതവും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതേപോലെ 6 ചിരാത് വേണം ഷഡ്കോണ ദീപത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. 6ലും എണ്ണയും തിരിയും വെച്ച് അതിൽ ഓരോരോ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടും തൊടുക കേട്ടോ. ശേഷം ഓരോ ദീപവും തെളിയിച്ചതിന് ശേഷം ഓം ശരവണ ഭവ എന്നോ വേലായുധ സ്വാമി എന്നോ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ ഓരോരോ മന്ത്രങ്ങൾ ജപിച്ച് വേണം ഓരോരോ കോണില് ഈ ഓരോരോ ദീപങ്ങൾ വയ്ക്കാനായിട്ട്. ഈ ഒരു ദീപം വളരെ വിശേഷപ്പെട്ടതാണ്. ഇതെല്ലാവരും ഈ തൈപ്പൂയ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നവർ, തൈപ്പൂയ മാസങ്ങളിൽ മാത്രമല്ല ഷഷ്ഠി ദിവസങ്ങളിലും ഈ ഒരു ദീപം ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതാണ് കേട്ടോ. ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ്, അത്യാഗ്രഹം, അഹങ്കാരം ഇതൊന്നും വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഈ ഒരു വ്രതം മാത്രമല്ല ഒരു വ്രതം നമ്മൾ എടുക്കരുത് കേട്ടോ. നമ്മളെ മനസ്സ് എപ്പോഴും എന്താ പറയാ, ഒരു ദുഷ്ടചിന്ത ഇല്ലാതെ വേണം നമ്മളെല്ലാ വ്രതങ്ങളും എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ മനസ്സ്, ഇപ്പൊ നോൺ വെജ് കഴിക്കില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ മനസ്സും എല്ലാം നല്ല ചിന്തയോടെ വേണം എല്ലാ വ്രതങ്ങളും നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ തൈപ്പൂയത്തിന് ഓരോ അമ്പലത്തില് കാവടി ഘോഷയാത്രയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഭഗവാന് അത് പാൽക്കാവടിയൊക്കെ എടുക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഞാൻ എടുക്കുന്നത് 6 ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത്. 6 ദിവസം നോൺ വെജ് ഒന്നും കഴിക്കില്ല. ഇത് വീട്ടില് ചിലവര് 6ാമത്തെ ദിവസം കഠിനമായിട്ടുള്ള വ്രതം എടുക്കുന്നത്. കാരണം ഭക്ഷണം ഒന്നും കഴിക്കാതെ ഒരു നേരം മാത്രം വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് മാത്രം ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നവരുമുണ്ട്. ഇവിടെ ഞാൻ സാധാരണ നോൺ വെജ് ഒന്നും കഴിക്കാതെ ഈ രീതിയിലുള്ള വ്രതമാണ് ഞാൻ എടുക്കുന്നത്. ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് വേണം നമുക്ക് വ്രതം എടുക്കാം. അപ്പോൾ എനിക്ക് കഠിന വ്രതം എടുക്കാൻ പറ്റില്ലല്ലോ എന്ന സങ്കടമൊന്നും ആർക്കും വേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഭഗവാൻ അറിയാലോ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതികളൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ വ്രതങ്ങളെല്ലാം എടുക്കാവുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം ഭഗവാനോട് ഈ ഒരു ദിവസം പറഞ്ഞാൽ ഭഗവാൻ കേൾക്കുന്നൊരു വിശ്വാസത്തിലാണ് എല്ലാവരും തൈപ്പൂയ ദിവസം വ്രതവും പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇതിപ്പോ ഞാനെല്ലാം നേദ്യം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആരതി ഒഴിയും, കർപ്പൂര ആരതി ഒഴിയും, അതേപോലെ ധൂപാരതി ഒഴിയും. പിന്നെ ഈ ദിവസങ്ങളിൽ സ്കന്ദഷഷ്ഠി കവചം ഇതെല്ലാം വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എത്ര ദിവസം നമ്മൾ വ്രതം എടുക്കുന്നു അത്രയും ദിവസം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തിയതിന് ശേഷം ഈ സ്കന്ദഷഷ്ഠി കവചം വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ സ്കന്ദഷഷ്ഠി കവചം വായിക്കുകയും ചെയ്യും. TV-യിൽ ഞാൻ അത് ഇട്ടേക്കും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കത് പൂജാ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് തന്നെ ഇതിപ്പോ ഞാൻ രാവിലെയാണ് ഈ ഒരു പൂജ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഷഷ്ഠി കവചം ഞാൻ ആദ്യമേ ഇത് പ്ലേ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.